ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മരാട്ടപ്പടി കണ്ടംകള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് വഫേനെ കാണാനാണ്. വഫയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. വഫയ്ക്ക് പഠന വൈകല്യമുണ്ട്, അതായത് എഴുതാനും വായിക്കാനും അറിയില്ല. അതേപോലെ തന്നെ പക്വതക്കുറവുണ്ട്, സ്ഥിരമായിട്ട് ചെറിയൊരു ഗുളിക കുടിക്കുന്നുണ്ട്. പിന്നെ അവൾ ചെറുപ്പത്തിലൊന്ന് വീണിട്ട് ചെറിയൊരു സർജറി ചെയ്തിട്ട് ഒരു കാലിങ്ങനെ ചെറുങ്ങനെ ഒരു വലിച്ചു വെക്കും പോലെയാണ്. പക്ഷെ നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയൊരു വലിച്ചു വെപ്പ് പോലെ ഉണ്ട് കാലിന് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ കാണുന്നതാണ് വീട്. ഈ കാണുന്ന ഷട്ടറൊക്കെ അയക്കുക കൊറോണ സമയത്തൊരു ഷോപ്പ് തുടങ്ങിയതായിരുന്നു. പിന്നെ അങ്ങനെ ആ ഒരു സമയത്ത് ആൾക്കാർ പലതും ബിസിനസ്സൊക്കെ ചെയ്തിരുന്നല്ല, പിന്നെ കച്ചവടം ഇല്ലിട്ട് അതങ്ങനെ ക്ലോസ് ചെയ്തതാണ് കേട്ടോ. ഇതാണ് ഇവരുടെ വീട്. ഇത് വഫേൻ്റെ ഉപ്പയാണ് കേട്ടോ. അസ്സലാമലൈക്കും ഉപ്പ. എന്തൊക്കെയാ വിശേഷം? നിങ്ങള് മലേഷ്യയിലാണല്ലേ? ആ ഹാ ഹാ. വന്നിട്ട് കുറേ ആയോ? വന്നിട്ട് ഒരു മാസമായി. അത് ശരി. അപ്പൊ ഇതാണ് കേട്ടോ വഫ. എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ? വഫയ്ക്ക് നടക്കുമ്പോ അത്ര വലിയ വിഷയമൊന്നുമില്ല കേട്ടോ, ചെറിയൊരു കാല് വലിച്ചു വെക്കുന്നതേ ഉള്ളൂ. അതെ, ഇവിടെ ഇരുന്നാ ഉപ്പ, ഇവിടെ ഇരുന്ന് സംസാരിക്കാം ഉപ്പ. അപ്പോൾ വഫേന്റെ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേക്ക്. നമ്മളെ വീഡിയോയിൽ നമുക്ക് എല്ലാം പറഞ്ഞിട്ട് അതൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരാളെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓളെ സൗന്ദര്യം കണ്ടിട്ട് ഒരുപാട് ആലോചന വരുന്നുണ്ടാവില്ലേ? വരുന്നുണ്ട്. അതെ, അങ്ങനെ സൗന്ദര്യം കണ്ടു വരുന്ന ഒരാളെ പറഞ്ഞതിന് ശേഷം മതി. അതെ, എല്ലാം മനസ്സിലാക്കിയിട്ട് മതി. സൗന്ദര്യം കണ്ടു വരുന്ന ആളെല്ലാം നമുക്ക് വേണ്ടത് അവളെ മനസ്സിലാക്കുന്ന ഒരാളെയാണ്. ഒരാളും കൂടി ആയിരിക്കണം. അതെ, എന്തൊക്കെയാ ഓളെ ബുദ്ധിമുട്ടുകൾ? ഓളെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞാൽ പഠന വൈകല്യമുണ്ട്. പിന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഗുളിക ഇപ്പോൾ ഒരു 6 മാസമായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം പറഞ്ഞാൽ മുമ്പ് ചെറുപ്പത്തിൽ വീണതാണ്. അത് കാലിന് ചെറിയൊരു ചതുക്കലായിട്ട് തോന്നിക്കുന്നുണ്ട്. അതന്നെ നടക്കുന്നതിന് കുഴപ്പമില്ല. ഓപ്പറേഷൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ഒരു കാലിന് ഇടത്തെ കാലിനാണ് ചെറിയ വലിച്ചില്ലേ? ഉയരം കുറവ് വന്നു സർജറി ചെയ്തു. അതെ, അപ്പോൾ അതങ്ങനെ മനസ്സിലാകുന്നൊന്നുമില്ല. നടത്തത്തിൽ വലിയ വിഷയം നോക്കില്ല. പിന്നെ അവളെ പക്വതക്കുറവ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുണ്ടോ? നല്ല രീതി പക്വതക്കുറവ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിലില്ല. വിദ്യാഭ്യാസത്തിന്റെ കുറവ് നല്ല കുറവുണ്ട്. അവള് ഇവിടെ പഫ കുക്കിംഗ് ഒക്കെ ചെയ്യലുണ്ടോ? കുറച്ചൊക്കെ അറിയാം. എന്തൊക്കെ ഉണ്ടാക്കോ? ഞാന് നൂഡിൽസ് ഉണ്ടാക്കും, അങ്ങനെ മുട്ട പൊരിച്ചും പിന്നെ അടിച്ചോരും തോത്തും അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ? അത് ചോദിക്കുന്നത് ഓള് എത്രത്തോളമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലിപ്പോൾ പെൺകുട്ടികൾ വീട്ടു ജോലി ചെയ്യാനാണോ എന്നൊക്കെ ഉള്ള കമൻറ്റൊന്നും ആരും ചോദിക്കരുത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഓൾ എത്രത്തോളം പക്വത ഒക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വിവാഹ ജീവിതത്തിൽ രണ്ടാളും ഈക്വലായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, അല്ലാണ്ട് വീട്ടു ജോലി ചെയ്യുക അങ്ങനത്തെ മൈൻഡിലൊന്നും ആരും എടുക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഒക്കെ ഒരു എത്ര വയസ്സിൻ്റെ പക്വത കുറവായിരിക്കും? എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ ഒരു 25 വയസ്സിപ്പോൾ ആയില്ലേ? 25. അതെ. അപ്പോൾ പഠിച്ചതൊക്കെ എത്ര വരെയാ? 10 വരെ പഠിച്ചല്ലേ? അത് കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷ എഴുതിയില്ല അല്ലേ? ആ പരീക്ഷ എഴുതുന്ന ഇതിലാണ് അവള് വീണത്. അന്നേരമാണ് വീണത്. ഇപ്പൊ മലേഷ്യയിൽ ജോലിയാണ്, കോലാലംപൂരിന്റെ അടുത്തല്ലേ? അതെ. അപ്പൊ അവിടെ എന്താ പരിപാടി? അവിടെ കുക്കിംഗ് അല്ലേ? അപ്പൊ ഉപ്പ അങ്ങനെ നാട്ടിലുണ്ടാവില്ല അല്ലേ? ഉമ്മ ഉപ്പ ഉണ്ടാവില്ല അധികമായിട്ടും. അതെ. അപ്പൊ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉമ്മയും കാര്യങ്ങൾ കുറച്ച് ഓളെ പറ്റിയുള്ളത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഉമ്മ പറഞ്ഞു തരും. അപ്പോൾ എത്രാം വയസ്സിലാണ് ഉമ്മ ഓള് വീണത്? വീണത് 12ാം വയസ്സിൽ. 12ാം വയസ്സിലല്ലേ? ബാത്റൂമിൽ അങ്ങനെ വീണാണല്ലേ? അതിനുശേഷം സർജറി ചെയ്തിട്ട് ഒരു വർഷം കമ്പിട്ട് പിന്നെ കമ്പിടുത്ത് അങ്ങനെയാണ്. ഒരു കാലിന് ഒരു ചെറിയൊരു ഇടത് കാലിനാ? ഇടത് കാലിന് ചെറിയൊരു ചതുക്കലുണ്ട് ഇങ്ങനെ നടക്കുമ്പോ. അല്ലാതെ നടക്കണേനൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ നടക്കും. അതെ. അപ്പോ വഫ കാല് വേദന അങ്ങനെ ഒന്നും ഇല്ലല്ലോ? ചെലപ്പോ ഒരു കൊളത്തി വലിച്ചിലുണ്ട്. അതെ, നമ്മൾ കൊറേ നേരം കൂടുതൽ നേരം നടക്കുമ്പോ അല്ലേ? ഡോക്ടറോട് കാണിച്ചപ്പോ കാൽസ്യ കുറവ് അടക്കുണ്ടാലുണ്ട് കാരണം അന്ന് മരുന്ന്. ഇപ്പൊ മരുന്ന് അതിനായിട്ട് കുടിച്ചിട്ടൊന്നുമില്ല, അത് ആ ഉടനെ കുടിച്ചിരുന്നല്ലാതെ അന്ന് 6 മാസം കുടിച്ചിന്. ഇപ്പൊ മരുന്നായിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ എന്നാളുണ്ട് കാരണപ്പോ കാല് വരുത്താവ് കാരണപ്പോ കാൽസ്യ കുറവുണ്ട് കാരണം അതിന് മരുന്ന് തന്നിരുന്നു. ഒരു പേടി ഉണ്ടാവും അപ്പൊക്ക്? ഇല്ല.
പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് എല്ലാം ഫേസ് ചെയ്യുക അല്ലേ, ഒരു പേടിയും വേണ്ട. നല്ലൊരു വിയാപ്പിള വഫേനക്ക് വരും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എത്ര മക്കളാ? 2 മക്കളാണ്. ഓള് വലുത്, ഓളെ താഴെ ഒരു ആൺകുട്ടിയുണ്ട്. ആൺകുട്ടി അല്ലേ? അവൻ എന്താ പഠിക്കുക? അവന് ഫോണിന്റെ പഠിച്ചപ്പോ ഇങ്ങനെ ദുബായിക്ക് പോയിക്കണം, ദുബായിൽ വർക്ക് ചെയ്യാൻ. അത് ശരിയാ. അപ്പോൾ ആ സർജറിന്റെ ഭാഗമായിട്ട് കാല് വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വഫ? അങ്ങനെ കൊളുത്തി വലിച്ചും ചെറുതായിട്ട് എപ്പോഴൊന്നുമില്ല, എപ്പോഴെങ്കിലും കുമ്പിടും കഴിയൂല. വേറെന്താ അമ്മ ബുദ്ധിമുട്ടുള്ള? വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ താഴത്ത് ഇരിക്കാൻ കഴിയില്ല, തറയിലിരിക്കാൻ പറ്റൂല അല്ലേ? പറ്റൂല. യൂറോപ്യന്റെ ബാത്റൂമിലാണ് ഇരിക്കാൻ കഴിയുക. സാധാ അത് പറ്റുമല്ല. പഠിച്ചൊക്കെ വാരും. പിന്നെ അടുക്കാട്ട് വാരത് ഞാനാണ്. കുനിഞ്ഞ് എന്നിട്ട് അങ്ങനെ നല്ലോണം ആ കാലിങ്ങനെ അത് കാല് മടങ്ങാൻ പറ്റാത്തോണ്ടാ ആ കാലിന്. പിന്നെ എല്ലാ ജോലികളും ഓൾ ചെയ്യും. ഇങ്ങനെ പറ്റ കുമ്പിട്ട് അതിന് കുറവുണ്ട് കാലിന്റെ പ്രശ്നം കൊണ്ട്. നടക്കണീനൊന്നും കുഴപ്പമില്ല, നടക്കണീനും കോണി കയറണീനും കയറ്റം കയറണീനൊന്നും കുഴപ്പമില്ല. അതെ. ഈ ടാബ്ലറ്റ് പിന്നെ 6 മാസമായിട്ടേ ഉള്ളൂ കഴിക്കാൻ തുടങ്ങിയിട്ട്? അതിപ്പോ 6 മാസമായി. അത് ഇപ്പൊ സ്ഥിരമായിട്ടൊന്നും കൊടുക്കില്ല. ആദ്യം ഹോമിയോ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ പോക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഓളപ്പം വന്നപ്പോ ഇങ്ങനെ ഞങ്ങൾ പോകുമ്പോ ഓള് പോരൂല, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ കൂടി. റൂമിൽ ഇങ്ങനെ ഇരുന്ന് അതില് പിന്നെ ഇങ്ങനെ മഞ്ചേരിക്ക് കൊണ്ടുപോയി ആസ്പത്രിക്ക്, നാത്തൂനെയൊക്കെ വിളിച്ച്. അതില് ആസ്പത്രിക്ക് പോരാനൊക്കെ ഒരു മടിയേനു. അതിലിപ്പോൾ ആ മരുന്ന് കുടിച്ചിട്ട് വല്ല കുറവുണ്ട്. അപ്പോൾ പിന്നെ പറയോളം കൊടുക്കാന്നല്ല ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, രാത്രി കൊടുക്കണം. നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പക്കത്തെ കുറവുണ്ടാകരുത്. ഓളെ നോക്കിക്കൊണ്ട് നടക്കാൻ പക്കത്തുള്ള ഒരാളെ ഇപ്പോൾ കുറഞ്ഞ കാലിനൊക്കെ ഒരു ഇത് പ്രശ്നമില്ല. നമ്മള് ഡോക്ടറോട് കല്യാണം കഴിക്കാൻ ഒക്കെ ആണെന്നുള്ളത് ചോദിച്ചല്ലേ? വീണ ഡോക്ടറോട് ചോദിച്ചിരുന്നു. മറ്റേ ഡോക്ടർ നാളെ ഞാൻ പോയപ്പോ വിവാഹ ജീവിതത്തിൽ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ. എന്നിരുന്നാലും നിങ്ങൾ കല്യാണത്തിന് മുമ്പ് തീർച്ചയായിട്ടും ഇരു കൂട്ടരും നല്ലപോലെ കൊണ്ടുപോയി നോക്കിക്കോട്ടെ. ഒരു ഡോക്ടറുടെ കൗൺസിലിങ്ങും ഒക്കെ ചെയ്തിട്ട് പരിപൂർണ്ണ സമ്മതത്തോടെ മുമ്പോട്ട് വരണം. കല്യാണശേഷം ഞങ്ങൾ അതറിഞ്ഞില്ല ഇതറിഞ്ഞില്ല എന്ന് പറയരുത്. കാരണം അത് അറിയാനുള്ള ഇത് നിങ്ങൾക്കുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് മാത്രമേ വിവാഹമായിട്ട് മുമ്പോട്ട് വരാവൂ. 25 വയസ്സല്ലേ ആയത്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ? 30-ന്റെ ഉള്ളിൽ അല്ലേ മാക്സിമം വയ്ക്കാം. ദൂരം പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? ദൂരം മലപ്പുറം ജില്ലയാണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നതല്ലേ? തൊട്ടടുത്തുള്ള ജില്ല നമുക്ക് നോക്കിയിട്ട് ചെയ്യാല്ലേ? നമുക്കിപ്പോ ഓക്കെ ഇങ്ങനെ ഒരു പേടിയാണ് ഒക്കെ എല്ലാത്തിനും. അപ്പൊ ഇങ്ങോട്ട് വന്ന് നിന്നൊന്ന് പരിചയമായിട്ട് ഇതൊക്കെ നിക്കാക്കെ കഴിഞ്ഞാണ്ടൊന്ന് പരിചയമായിട്ട് പിന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ തോനാങ്ങള് നമ്മളിപ്പോ എല്ലാതും ചെയ്യാനും ഓരെ കൊണ്ട് കഴിയൂലല്ലോ. അതെ അതെ. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് ഓള് പഞ്ച അങ്ങോട്ട് കൂടെ ഇങ്ങനെ നടക്കണല്ലേ ഇങ്ങനെ. അതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഒരു പേടിയുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വന്ന് കുറച്ചിങ്ങോട്ട് വന്ന് ഒന്ന് ലെവലായിട്ട് പിന്നെ പോയിക്കോട്ടെ അല്ലേ? എന്താ പറയുക, ഒരു പേടിയാണ്. അപ്പൊ അതൊക്കെ ലെവലായിട്ട് പിന്നെ പോണെങ്കിൽ പോകുക. തീർച്ചയായും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകുമ്പോഴുള്ള ഒരു ബേജാറ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. വഫയ്ക്ക് എങ്ങനെയുള്ള പിയാപ്പിളിനെയാ വേണ്ടേ? അങ്ങനെയൊന്നുമില്ല, നല്ലോ നോക്കി കൊണ്ടടക്കണേ അങ്ങനത്തെ ഒക്കെ ആണ് ഞാൻ കരുതണത്. അതെ, വേറൊന്നും ഇല്ലല്ലേ? നമ്മളെ മനസ്സിലാക്കുന്ന നല്ലൊരു പിയാപ്പിളല്ലേ? ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. അങ്ങനെയുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. അവളെ പോരായ്മകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പിന്നെ ഒരു പാർട്ട്ണർ വന്നാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നിലവിലുള്ള പോലെ കുറേ ടെൻഷനും കാര്യമൊക്കെ മാറും. അപ്പോൾ എന്നിരുന്നാൽ പോലും ഓളെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പരിപൂർണ്ണ സമ്മതത്തോടുകൂടി മാത്രമേ വരാവുള്ളൂ കേട്ടോ. സൗന്ദര്യം മാത്രം കണ്ട് മുമ്പോട്ട് വരരുത്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നും. അങ്ങനെ ഇതാവരുത്. ഓളെ മനസ്സിലാക്കി ഓളെ മനസ്സ് കണ്ട് മുമ്പോട്ട് വരുന്ന നല്ലൊരു പാർട്ട്ണറെയാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരണം. നമുക്ക് വേറെ പറയാണ്ടോ? ഇല്ല, വേറെ ഒന്നും പറയല്ല. അത് തന്നെ നമുക്ക് ദീനിയായ ഒരു ആളാകണം. അതെ. പിന്നെ ഓളെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് തടി കൂടിയ ആളാവരുത്, ഒരു ആൾക്ക് ചേർന്ന ഒരാളായിരിക്കണം. വയസ്സായ ആളാകുമ്പോൾ അതൊക്കെ അവൾ തന്നെ പറയും. തീർച്ചയായിട്ടും ഒരു 30-ന്റെ ഉള്ളിലുള്ള ഒരു ആലോചന വരട്ടെ. പിന്നെ ദൂരം പറഞ്ഞെങ്കിലും തൊട്ടടുത്തുള്ള ജില്ലയൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നല്ലൊരു വ്യക്തിയാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഉമ്മാക്ക് വെറുതെ പറയണ്ട, ഓളെ സ്നേഹത്തോടെ ഓളെ അനുസരിച്ച് കൊണ്ടെടുക്കണ ആൾക്കാരാകണം. ഓൾക്ക് ഇങ്ങനെ ഈ പേടിയൊക്കെ ഇല്ലല്ലേ, അപ്പൊ അതിന് ചേർത്ത് പിടിച്ച ഞങ്ങളെ പോലെയൊക്കെ ഒരാള്, അതാണ് വേണ്ടത്. അതാണ് ഞങ്ങൾ ഇത്രയും കാലം കെട്ടിച്ചാതെ ഓളെ കല്യാണക്കാരെല്ലാരും ചോദിക്കും. അപ്പൊ ഓക്ക് ഇങ്ങനെ ഇതാവുമ്പോ ചേർത്ത് പിടിച്ച് ഓളെ ഇതാക്കിയാ നല്ല ഇതിൽ നിന്ന ഓള് നല്ല കുട്ടിയാണ്. അല്ലെങ്കിൽ ഓക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒന്നും, അതുകൊണ്ടാണ് ഇങ്ങനെ ടെൻഷന് പേടിയാകാതെ നമ്മൾ നല്ല ചേൽക്ക് പിടിച്ച് കൊണ്ടെടുക്കുന്ന ഒരാളാവണം. അതെ അതെ അതെ, അതാ വേണ്ടത്. നല്ലൊരാളാവട്ടെ. നല്ലൊരാളാവട്ടെ.
അപ്പോൾ ഫ്രണ്ട്സ്, ആ വഫേൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു പാർട്ട്ണർ മുമ്പോട്ട് വരട്ടെ. അപ്പോൾ ആ മോളാണ്, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരാളാവുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ സൗന്ദര്യം, നല്ല സൗന്ദര്യമുള്ള മോളാണ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ സൗന്ദര്യം കാണുമ്പോൾ ചാടി വന്ന് നമ്മളെ കല്യാണം കഴിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് താല്പര്യമില്ല, നമ്മളിതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് പോകുന്ന അങ്ങനെ ഒരാൾ നമുക്ക് ആവശ്യമില്ല. കാരണം സൗന്ദര്യം ജീവിതത്തിൽ ഒരു ഘടകമല്ല, നല്ല മനസ്സിൻ്റെ സൗന്ദര്യമാണ് നമുക്ക് വേണ്ടത് അല്ലേ. നല്ല നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എല്ലാം തുറന്നു പറയുന്നത്. അപ്പോൾ ഇവർക്കായാലും ശരി, നമ്മൾ തുറന്നു പറയുകയാണ്. എല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും ഓപ്പണായിട്ട് പറയുന്നത് എല്ലാം മനസ്സിലാക്കിയിട്ടൊരു പാർട്ട്ണറെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ കൊത്തിട്ട് ഉള്ളൊരു പാർട്ട്ണറെ അവർക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ആരെങ്കിലും കല്യാണം, ഓൾക്ക് ഇഷ്ടം പോലെ ആലോചന വരുന്നുണ്ട്, ഓളെ കാണുമ്പോൾ, ഓളെ സൗന്ദര്യം കാണുമ്പോൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി പറയുമ്പോൾ അത് എന്നാ വേണ്ടെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോം പോയി അന്വേഷിക്കുന്നത് ഓളെ എല്ലാം പരിപൂർണമായിട്ട് സമ്മതമായിട്ട് ഓളെ കെട്ടുന്ന ഒരാൾ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.